ഹായ് എവരിവൺ. ഹായ്. ഞങ്ങളിന്ന് ക്രൊയേഷ്യയിലാണ്. ക്രൊയേഷ്യയിൽ ജസ്റ്റ് പകലൊന്ന് കറങ്ങാൻ വന്നതാണ്. ഇവിടെ ഒരു ബീച്ച് സൈഡിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇറങ്ങി കാണുക. നല്ലൊരു ബീച്ചാണിത്. നല്ല ക്ലിയർ വാട്ടറാണ്. അടിപൊളി. ഇവിടെ നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്. തിരക്കുകളൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ക്രൊയേഷ്യ. വളരെ മനോഹരവുമാണ്. ഇത് ചുറ്റും മലകളാണ്. ഇതൊരു കടലിടുക്കാണ്. ചുറ്റും മലകൾ. അവിടെ നിന്നാണ് കടൽ കയറി വരുന്നത്. ഇങ്ങനെ നല്ലൊരു ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഒരു തിരക്കുകളൊന്നും ഇല്ലാത്ത, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടി എന്ന് പറയുന്നത്. വണ്ടികളൊക്കെ വളരെ കുറവ്. പിന്നെ ഇന്ന് ഈസ്റ്റർ സൺഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാം അവധി ആയതുകൊണ്ടും തിരക്ക് അല്പം കുറവാണ്. ഇനിയിപ്പം വീക്ക് ഡേയ്സ് ആണെങ്കിൽ പോലും വളരെ ക്വയറ്റാണ് ഇവിടെ. ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം വേണ്ട ആ ഭാഗത്തൊക്കെ ഉണ്ടാ. യെസ്, ഭയങ്കര ക്വയറ്റാണ്. വഴിയിലെല്ലാം അധികം വണ്ടികളില്ല. ആൾക്കാരും വളരെ കുറവ്. നീറ്റ് ആൻഡ് ടൈഡി, അതാണ് ഏറ്റവും ബെസ്റ്റ്. വളരെ നീറ്റാണ്. നല്ല രസം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അത് തന്നെ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല ക്വയറ്റായിട്ട്, നമ്മൾ തിരക്കില്ലാതെ ഫാമിലിയായിട്ട് ഒന്ന് ക്വയറ്റായിട്ട് ഇരിക്കുക, റെസ്റ്റ് എടുക്കുക. ജോലി കഴിഞ്ഞ് വന്ന് നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നിന്നൊക്കെ അല്പം സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് വന്ന് താമസിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു രാജ്യമാണിത്, ക്രൊയേഷ്യ. ഓക്കെ, അണ്ണന്മാർ നടന്നു പോകുന്നു. എങ്ങോട്ടാ പോണേ? വാ കസ്തേ. ഗോയിങ് ടു ഇന്ത്യ. ചേട്ടാ, രണ്ട് കവിൾ സംസാരിക്കാനുണ്ടോ? വളരെ നല്ല സ്ഥലം. ഈസ്റ്റർ ഞായറാഴ്ചയാണ്. ഒന്ന് പള്ളിയിൽ പോയി ഒരു ചെറിയ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ട് വീട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം. ഇന്ന് നമ്മൾ ശരിക്കും ഞങ്ങൾ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ കണ്ടല്ലോ, അവിടെ ചെറിയ കുരിശുപള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കയറി അല്പം പ്രാർത്ഥനയൊക്കെ നടത്തി. ഞാനും റജുവായും കൂടെ. നല്ല ഒരു ചെറിയ കുരിശുപള്ളിയായിരുന്നു. അവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും നല്ലൊരു പോയിട്ടാ. ബ്യൂട്ടിഫുൾ. അത് നല്ല ബൈക്കാ കേട്ടോ, ഹോണ്ടാടെയാ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊരു ബോട്ടിങ്ങിന് പോയാലോ ചെറുതായിട്ട്? ബോട്ടിങ് പോയാൽ ഇത് തന്നെ, എല്ലാ ബോട്ടിലും വെള്ളത്തിൽ കൂടെ ഓടുന്നു. നമ്മൾ പിന്നെ വീണ്ടും ഒരു ബോട്ടിൽ കയറി വെള്ളത്തിലല്ല, വേറെ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ. സ്പീഡ് ബോട്ടിൽ കയറുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയാൽ. ഇപ്പോൾ എല്ലാ ബോട്ടും വെള്ളത്തിൽ കൂടെ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒന്നും ഇല്ല. അതോടെ പോവാ. എങ്ങോട്ടാ? നാരങ്ങാവെള്ളം കുടിക്കാൻ പോ. നാരങ്ങാവെള്ളം ഒരു ഉപ്പിട്ട് കേട്ടോ, സോഡ ഇട്ട് കൂട്ടി കേട്ടോ. ഉപ്പിട്ട് സോഡ വെള്ളം കൂട്ടി. മത്താമ്മ പറയുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റർ ആഘോഷം, ഈസ്റ്റർ ലഞ്ച് അല്ലേ? ഈസ്റ്റർ ലഞ്ച് ഇവിടെ തുടങ്ങി. പോയി തല കണ്ടോ? ഒരു സ്പെഷ്യൽ സാധനമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഒരു ബ്രെഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് ചോറുണ്ട്, അയലയുണ്ട്, മത്തിയുണ്ട്, പ്രോണല്ല അവിടെ ഇതല്ലേ, ചിപ്സ് ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്. കിട്ടിയോ? ഇത് കിട്ടിയോ? നാളെ കാണുമെന്ന് തോന്നുന്നു. സംഭവം എല്ലാം സംഭവമുണ്ട്. സാറേ അവിടെ കൊമ്പനാനേ ഇനിയത്തെ മുകളില്ല അങ്ങനെ പുല്ല് കയറി നോക്കി.
പനക്കുട്ടി ഉണ്ടോ? അതിങ്ങനെ എടുത്ത് ഏങ്ങി നോക്കുക. അപ്പുറത്തെ പറഞ്ഞ് പുല്ലുണ്ടോ? അങ്ങനെ പുല്ല് നോക്കിയിട്ട് ഇറങ്ങി വന്നപ്പം ആ പാപ്പ ചോദിക്കുന്ന സാധനമാണ്. കണ്ണാടി പോൽ ഉള്ളാടുമീ പിന്നാട്ടിൽ നീന്തി